ക്ഷീരദിനാശംസകൾ എന്ന് ട്രോളുന്നത്, എന്ന് പരിഹസിക്കുന്നത് മനുഷ്യരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് വണങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഈ പശ്ചാത്തലം കൂടെ നമ്മൾ ഓർക്കണം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ബിന്ദു കൃഷ്ണ അടിസ്ഥാന ഒരു കോൺഗ്രസ് നേതാവ് കൂടെയാണ്. VD സതീശനെതിരെ, കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും മാരകമായ പ്രസ്താവന ഇറക്കിയ ആൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. VD സതീശനെ വ്യക്തിപരമായി നമ്മുടെ പൊതുജീവിതത്തിൽ സാമാന്യമായിട്ട് ആരും ഏറ്റവും കൊടിയ രാഷ്ട്രീയ ശത്രുവിനെതിരെ പോലും പ്രയോഗിക്കാത്ത പ്രയോഗങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ആർക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്? VD സതീശനെതിരെ പ്രയോഗിക്കുന്നുണ്ട്. വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായി VD സതീശനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ കാലുഷ്യം ഇപ്പം ബിന്ദു കൃഷ്ണയുടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് MLA ആയി മന്ത്രിയായ ഒരാളാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കുകയോ ജയിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഏതെങ്കിലും നിലക്കുള്ള ഒരു പോപ്പുലർ മാൻഡേറ്റ് ഉള്ള ഒരാളല്ല. അപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ എത്രയോ മേലെ നിൽക്കുകയാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തുള്ള മന്ത്രി. അപ്പോൾ അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വെള്ളാപ്പള്ളി നടേശൻ അവരെ പോയി സന്ദർശിക്കുന്നു. അതിൽ ആർക്കും ഒരു കുഴപ്പം പറയാൻ പറ്റില്ല. ഇവിടെ അതല്ല കാണുന്നത്. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് താണു വണങ്ങി നിൽക്കുന്ന ചിത്രമാണ് പുറത്തേക്ക് വരുന്നത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ഇത്രയും കാലം സമൂഹത്തിൽ കാലുഷ്യം പടർത്താൻ വേണ്ടി, വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി 24/7 പണിയെടുത്ത ഒരാൾക്ക് മുന്നിൽ ഒരു മന്ത്രി, ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം താണു വണങ്ങി നിൽക്കുമ്പോൾ ബിന്ദു കൃഷ്ണ നൽകുന്ന സന്ദേശം എന്താണ്? അത് നിങ്ങളിതിനൊക്കെ എൻഡോസ് ചെയ്യുകയാണെന്നുള്ളത് തന്നെയാണ്. ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരുന്ന സർവ്വ വിദ്വേഷ പ്രസ്താവനകൾ എൻഡോസ് ചെയ്യുകയാണ് ബിന്ദു കൃഷ്ണ ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് ട്രോളുന്നത്, എന്ന് പരിഹസിക്കുന്നത് മനുഷ്യരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള പ്രസ്താവനയാണത്. അവരുടെ സന്ദർശനങ്ങൾ, അവരുടെ യാത്രകൾ, അവർ മന്ത്രിയായിരിക്കെ സമൂഹത്തിനോട് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് അവർക്ക്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ല വേണ്ടത്.